അതായത് ഇപ്പോൾ നമ്മൾ ഈ സെർച്ച് ഓപ്പറേഷൻസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ലാൻഡ് ഏരിയാസ് നമ്മൾ ഓൾമോസ്റ്റ് സെർച്ച് ചെയ്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പറ്റാവുന്ന ഏരിയയിലൊക്കെ. ഇനി ലാൻഡ് ഏരിയയിൽ ബാക്കിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു 50 മീറ്ററോളം ഡെപ്തുള്ള മഡ് ഏരിയ കവർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഡ്രൈ ആയാൽ മാത്രം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, മെഷീനറി ഇറങ്ങത്തില്ല, ആൾക്കാർ ഇറങ്ങാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ഏറെക്കുറെ നമ്മുടെ ബാക്കിയുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ലാൻഡ് ഏരിയയിൽ ഇന്നലെയും ബോഡി കിട്ടിയത് വില്ലേജ് അട്ടമല വില്ലേജ് ഏരിയയിൽ നിന്നാണ്. അവിടെ ഇന്നും നമ്മൾ മെഷീനറി വെച്ച് നോക്കുന്നുണ്ട്. ആ ഏരിയയിൽ കൂടുതൽ ബോഡി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. ഇന്നലെ നിങ്ങൾക്കറിയാം, ഇന്നലെ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് റിവർ സൈഡിലാണ്. ഇവിടെ നിന്ന് താഴോട്ട് പൊത്തുകല്ലുള്ള സ്ഥലത്ത് നോക്കുന്നത്. കഴിഞ്ഞ ഒരു 7 ദിവസമായിട്ട് പാരലി മലപ്പുറത്തെ ഓരോ പോലീസ് ടീമും ചെയ്യുന്നുണ്ട്, ലോക്കൽ വോളണ്ടിയേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ അതിനകത്ത് ഒരുപാട് ഇൻഅക്സസിബിൾ ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് തന്നെ ലോക്കൽ വോളണ്ടിയേഴ്സ് പോയ ആൾക്കാർ അതിനകത്ത് സ്റ്റാൻഡേർഡായി ചെയ്തു. ഇന്നലെ നമ്മൾ ഏതാണ്ട് 18ഓളം പേര് ലോക്കൽ വോളണ്ടിയേഴ്സിനെ കേരള പോലീസ് SOG ടീമാണ് പോയി റെസ്ക്യൂ ചെയ്തത് തന്നെ. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഇപ്രാവശ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളണ്ടിയേഴ്സിനെ ഒഴിവായിക്കൊണ്ട് കേരള പോലീസിൻ്റെ SOG, അതുപോലെ തന്നെ ആർമിയുടെ കമാൻഡോസ്, അവരെ കാതക് എന്ന് പറയുന്ന ആർമി കമാൻഡോസുണ്ട്. അപ്പോൾ അവർ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് 2 ഫോറസ്റ്റുകാർ ഗൈഡായിട്ട് എടുത്തിട്ടുണ്ട്. 2 സോട്ടിയായി ഡിവൈഡ് ചെയ്തിട്ട് 6 പേര് ടീം. അതായത് ആദ്യം പോകുന്നത് 2 ഫോറസ്റ്റും 4 ആർമിയുമാണ്. രണ്ടാമത് പോകുന്നത് 4 SOGയും 2 ആർമിയും. സൂചിപ്പാറ വാട്ടർഫോൾ തൊട്ട് കന്തമ്പാറ അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ സ്ട്രെച്ചിലേക്ക് നമുക്ക് ഇന്നലെ ബോഡി കിട്ടിയ സ്ഥലത്തേക്ക് നമ്മൾ എയർ ഡ്രോപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. എയർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവരവിടെ ആ ഭാഗം സെർച്ച് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ബോഡി പറ്റുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് എയർ ലിഫ്റ്റ് ചെയ്യാൻ നോക്കും. കാലാവസ്ഥ പ്രതികൂലമാണ്. നമ്മൾ കുറച്ചുകൂടി നേരത്തെ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ അത് കുറച്ച് ഡിലേഡ് ആവുന്നുണ്ട്. കോഴിക്കോട് എന്തായാലും പോകേണ്ട ഹെലികോപ്റ്റർ ലിഫ്റ്റായി വന്നിട്ടുണ്ട്, ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാലാവസ്ഥകൾ നോക്കിയിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. ഈ കോഴിക്കോട് നിന്ന് വരുന്ന ഹെലികോപ്റ്റർ വരുന്നത്? അതെ, നമ്മുടെ ലെവൽസിൻ്റെ നേവി. ഇപ്പോൾ നിലവിൽ അവിടെ എത്ര മണിക്കൂർ പരിശോധിക്കാം, അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ? ഇതിനകത്ത് സ്കെഡ്യൂളൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ എത്തിപ്പറ്റി ബോഡി കണ്ടതും എന്നാൽ നമുക്ക് ലാൻഡ് വഴി ആക്സസ് ചെയ്യാൻ പറ്റാത്ത കുറേ ഏരിയാസ് ഫോറസ്റ്റാണ്. ആ ഏരിയയ്ക്കകത്ത് എത്തുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പോകുന്ന ആൾക്കാർ സ്റ്റാൻഡായി പോകണം. അതിൽ ഏരിയയ്ക്ക് ഇനിയിപ്പം ലോക്കൽ വോളണ്ടിയേഴ്സ് ആക്സസ് കാണുന്നില്ല. ഇപ്പോൾ ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കമാൻഡോസും SOGയിലെ കമാൻഡോസാണ് പോകുന്നത്. 2 കമാൻഡോസാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ പോകണം. അവർക്കത് അറിയാം എങ്ങനെ ചെയ്യുന്നുള്ളൂ. അവർ പോയി എയർ ഡ്രോപ്പ് ഇറങ്ങിയിട്ട് ആ പറ്റാവുന്ന ഏരിയ സെർച്ച് ചെയ്യാന്നുള്ളതാണ്. ബോഡി കിട്ടുകയാണെങ്കിൽ നമ്മൾ എയർ ലിഫ്റ്റ് കൊണ്ടുപോകും. ഏറ്റവും ഒരു സങ്കീർണമായ അല്ലെങ്കിൽ വലിയ കാഠിന്യം നിറഞ്ഞ ഒരു സിറ്റുവേഷനാണോ ഇത്? ഇല്ല, റെസ്ക്യൂ ഓപ്പറേഷൻ മൊത്തം ടഫാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്തൊരു ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇൻഅക്സസിബിൾ ആയിട്ട് ഏരിയയ്ക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സിനെ അയക്കാതെ പറ്റിയത്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് ഈ ടെറൈനെ കുറിച്ച് ധാരണ? തീർച്ചയായും ഫോറസ്റ്റുകാർ നമ്മൾ ഗൈഡായിട്ട് ഉപയോഗിക്കുകയാണ്. 2 പേരെ എടുത്തിട്ടുള്ളൂ. 2 പേരെ ഫോറസ്റ്റ് ആൾക്കാർ ഗൈഡായിട്ട് എടുക്കുകയാണ്. അവർക്ക് പറ്റിയത് ഓപ്പറേഷൻ അറിയില്ല, ഗൈഡായിട്ട് എടുത്തിട്ട് ഓപ്പറേഷൻ പോകുന്ന ടീംസ് എല്ലാം വെൽ ട്രെയിൻഡ് ആണ്. അവർ ഇതുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. അവർ നേരത്തെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഏരിയ, എസ്പെഷ്യലി കേരളത്തിലെ SOGക്കാർക്ക് ആ ഏരിയ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അല്ല, അങ്ങനെ മണിക്കൂർ എന്നുള്ളതല്ല, പരമാവധി ഇനി 3-4 ദിവസത്തേക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. നേരത്തെ അവിടെ രക്ഷാദൗത്യത്തിന് പോയിരുന്ന സന്നദ്ധ പ്രവർത്തകർ, അവിടെ കുടുങ്ങിപ്പോയിരുന്ന ആളുകളൊക്കെ പറഞ്ഞിരുന്നത് അവിടെ അതിനകത്ത് മൃതദേഹങ്ങളും അതിന് ശരീരഭാഗങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഓപ്പറേഷൻ ഓരോ സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്യണം. അതല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് അങ്ങനെ ലഭിച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് പിന്നീട് എയർ ലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം. ഇന്നലെ പോയ സ്ഥലത്ത് നിന്നാണ് നമുക്ക് ഒരു ബോഡിയും കിട്ടി. രണ്ടാമത്തെ ബോഡി കിട്ടി. പക്ഷേ രണ്ടാമത്തെ ബോഡി നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റില്ല, പാറയുടെ ഇടയിലാണ്. അതുകൊണ്ട് അതിൻ്റെ ബോഡിയുടെ പാർട്ട് മാത്രം സാമ്പിൾ എടുത്ത് നമ്മൾ ആ ബോഡി അവിടെ നിന്ന് ക്രിമേറ്റ് ചെയ്തു. ആ ഭാഗത്ത് ഒരുപക്ഷെ കൂടുതൽ ബോഡി കാണാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ആ ബോഡി ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ല, ഇന്നലെ അങ്ങനെയല്ല. ഇത് നമ്മൾ ഇന്ന് മുതൽ ഈ ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ ഇന്നലെയും പറഞ്ഞത് എല്ലാ ഏരിയയും അതാണ് ഇപ്പോൾ നോക്കുന്നത്. അല്ല, അത് ഇപ്പം നിങ്ങൾക്കറിയാം, ക്ലൈമറ്റ് മോശമാണ്. അത് ലാൻഡ് ചെയ്തതിന് ശേഷം ആ ക്ലൈമറ്റിനോട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. താങ്ക് യു.